ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴുത്തുപോയ നേന്ത്രക്കായ ഉണ്ടെങ്കിൽ കളയാൻ വെച്ചിരിക്കുന്നതാണെങ്കിലും കുഴപ്പമില്ല, എടുത്തിട്ട് വായോ. അടിപൊളി ഒരു ഐറ്റം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അതിനുവേണ്ടി പഴയ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ തട്ടോ അതുപോലെ ഗ്യാസിൽ വെക്കുക, കത്തിച്ചു കൊടുക്കുക, അതിൻ്റെ മുകളിൽ പഴം വെക്കുക. എനിക്കിപ്പോൾ എൻ്റെ കയ്യിൽ ഇതുണ്ടായിരുന്നു, അതുകൊണ്ട് അതിൽ കുറച്ച് ഹോൾസ് ഉള്ളത് കൊണ്ട് ഡയറക്റ്റ് തീ പഴത്തിൽ തട്ടിയിട്ട് നന്നായിട്ട് നമുക്ക് ഇതിനെ ചുട്ടെടുക്കാൻ പറ്റും. പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മച്ചി അടുപ്പിൽ വെച്ചിട്ട് കനലിൽ വെച്ചിട്ട് പഴം ചുട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ്. അതിനുശേഷം പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത്. അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇതുപോലെ പഴുത്തു പോയിട്ടുള്ള നേന്ത്രക്കായ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇത് നമുക്ക് ചുട്ടെടുത്തതിന് ശേഷം അത് നമുക്ക് അതിൻ്റെ ഇത് വെച്ചിട്ട് ഉന്നക്കായ പോലുള്ള പലഹാരങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. കാരണം ഇത് നമ്മൾ ചുട്ടെടുക്കുമ്പോൾ ആ ഒരു ഡയറക്റ്റ് തീയുടെ അല്ലെങ്കിൽ ആ പുകയുടെ ഒരു ടേസ്റ്റ് കിട്ടും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് അറിയില്ല. കുട്ടികൾക്ക് കൊടുക്കാനും ഏറ്റവും ഹെൽത്തിയാണിത്. കാരണം പുഴുങ്ങിയ പഴം കഴിക്കുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ടുള്ളതാണിത്. പണ്ടുള്ളവർ പറയും കനലിൽ ചുട്ടെടുക്കുന്ന ഏതും നമുക്ക് കഴിക്കാൻ ഒരു കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. വൈകുന്നേരമൊക്കെ നമുക്ക് വേറെ സ്നാക്കൊന്നും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഇതുപോലെ ചെയ്ത് കുട്ടികൾക്കും കൊടുക്കാം കേട്ടോ. ഇതുപോലെ തിരിച്ചും മറിച്ചും അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പുറം തൊലി കരിഞ്ഞു വരണം. അതിങ്ങനെ പൊട്ടിയിട്ട് ഫസ്റ്റ് പൊട്ടിയതിന് ശേഷം കരിഞ്ഞു വരണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ രണ്ടറ്റവും കട്ട് ചെയ്ത് കൊടുക്കാൻ പാടില്ല. കട്ട് ചെയ്ത് കൊടുത്താൽ അതൊന്ന് ചുമ്മാ ഇങ്ങനെ വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കും. അപ്പം കട്ട് ചെയ്യാതെ തൊലി നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന പഴമായിരിക്കണം. പഴുത്തു പോയാലും എൻ്റെ തൊലി അങ്ങനെ പെട്ടെന്ന് ഉടഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇതുപോലെ പൊട്ടി വരണം. തീയിൽ വെച്ച് നന്നായിട്ട് മുരിച്ചെടുക്കണം. അതിൻ്റെ പുറം തൊലി എത്ര കരിഞ്ഞു പോയാലും എൻ്റെ ഉൾഭാഗം കരിഞ്ഞു പോകത്തില്ല. ആ ഒരു ടേസ്റ്റ് കൂടി വരത്തേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ആക്കിയെടുക്കുക. തീയിൽ വെച്ച് തന്നെ നന്നായിട്ട് പൊള്ളിച്ചെടുക്കുക. എന്നിട്ട് അടിപൊളിയാണിത്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് കമൻറ്റായിട്ട് അറിയിക്കുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയിക്കുക. ഇതുപോലെ ആക്കിയെടുക്കണം. അതിൻ്റെ തൊലി കംപ്ലീറ്റ് പൊട്ടി ഇതുപോലെ ആക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ചൂടാറിയതിന് ശേഷം മാത്രമേ അത് തൊലി പൊളിച്ചെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. എൻ്റെ തൊലി കംപ്ലീറ്റ് പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിലെത്തുമ്പോഴേക്കും അതൊന്ന് മാറ്റിയെടുക്കുക. മാറ്റിയിട്ട് ശ്രദ്ധിച്ച് വേണം അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ. കാരണം അതിൻ്റെ തൊലി ഫുള്ള് കരിഞ്ഞിരിക്കുമായിരിക്കും. ആ കരി ഒരിക്കലും ആ പഴത്തിന്മേൽ ആകാൻ പാടില്ല. കരി നമുക്ക് ശരീരത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് അത്രയും സൂക്ഷിച്ച് വേണം അത് പൊളിച്ചെടുക്കാൻ വേണ്ടി. നല്ല ചൂടാറിയതിന് ശേഷം മാത്രമേ പൊളിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് സെർവ് ചെയ്യുക, കഴിക്കുക. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, പുതിയൊരു സ്നാക്കുമായി ഞാൻ ഇനിയും വരാം. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.